ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അതിലേറെ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ചതയം നാളാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ചതയം നാളായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു SNDP ഉണ്ട്. ആ SNDPയിൽ ഞാൻ പോയി പൂജയിൽ പങ്കുകൊണ്ടു, അതിലെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടേതായ മതങ്ങളിൽ എല്ലായിടത്തും NSSലുണ്ട്, ചതയം നാളുകളിലുണ്ട്, അതുപോലെ ഭഗവാന്റെ തിരുനാളുകളിലെല്ലാം ഓരോ ചടങ്ങുകളുണ്ട്. എത്ര മഴയാണെങ്കിലും കൂടി നമ്മളെല്ലാവരും കൂടി അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും ഉത്സാഹവുമാണ്. അപ്പം അദ്ദേഹം എഴുതിയിട്ടുള്ള ആ നല്ലൊരു കവിത, അതായത് നല്ലൊരു അർത്ഥവത്തായ ആ ദൈവദശകം നമ്മൾ ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സായുജ്യമാണ് അല്ലേ, നമ്മുടെ മനസ്സിനൊരു സംതൃപ്തിയാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാരെ എല്ലാവരെയും ഈ മഴക്കാലത്ത് ഒരുമിച്ചൊന്ന് കാണുക എന്ന് പറയുന്നത് അതിലേറെ സന്തോഷമാണ്. അതുപോലെ ഭക്ഷണമാണെങ്കിലും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ അത് കഴിക്കുമ്പോഴും അതിലൊരു വല്ലാത്ത സന്തോഷവും സംതൃപ്തിയും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും പലതായിട്ട് ആചരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പം നമ്മുടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 41 ദിവസം നമ്മൾ ശരിക്കും ഇതൊക്കെ എടുത്തിട്ട് നൊയമ്പെടുത്തിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അതുപോലെ ക്രിസ്ത്യൻസിലുമുണ്ട് 50 നൊയമ്പ് നോക്കുക എന്നൊരു ചടങ്ങ്, അവരും ആ സമയത്ത് ഇറച്ചി മീനൊന്നും കഴിക്കാതെ. അതുപോലെ മുസ്ലിങ്ങൾക്കും ഉണ്ട് ഉപവാസം അല്ലേ. അപ്പം നമ്മളുടെ എല്ലാവരുടെയും മതങ്ങൾ എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെയാണ് അനുഷ്ഠിച്ചു വരുന്നത്. അതുപോലെ ഉത്സവങ്ങൾ, ക്രിസ്മസ് ഉണ്ട്, ക്രിസ്മസ് വരുമ്പം നമുക്ക് ഓണം വരും, ഈസ്റ്റർ വരുമ്പോൾ നമുക്ക് വിഷു വരും, ഖുറാൻ മാസങ്ങളിലെ അവരുടെ ബക്രീദ്, അതുപോലെ അവരുടെ ഉത്സവങ്ങൾ. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് എൻ്റെ അറിവ് വെച്ച് ഞാൻ കൊച്ചിലെയൊക്കെ ഭയങ്കര ജാതി വ്യത്യാസവും ജാതി വിവേചനമൊക്കെ എൻ്റെ അമ്മയൊക്കെ പഠിപ്പിച്ചു തന്നത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവങ്ങളും ഒന്നാണുള്ളൂ. അതുപോലെ മനുഷ്യർ എന്ന് പറയുന്ന രണ്ട് ജാതിയുള്ളൂ, ഒരാണും ഒരു പെണ്ണും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അവർക്കിഷ്ടമുള്ള കുട്ടിയെ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാനും എൻ്റെ ഇളയ മോനെ ഞാൻ സമ്മതിക്കുകയും ചെയ്തു. ജാതി വിവേചനത്തിൻ്റെ പേരിൽ നമ്മൾ ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ദൈവത്തെ ആദരിക്കുകയും, ഇപ്പം കൃപാസന മാതാവിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ വയൽവാരം, ചെമ്പഴന്തി, മരുത്തുവമല, അതുപോലെ എല്ലാ സ്ഥലങ്ങളും ഞാൻ SNDPയിൽ നിന്ന് ടൂറ് പോയപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ ഹിന്ദു മുസ്ലിം മൈത്രി, അതുപോലെ ജൂത പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്, മട്ടാഞ്ചേരി യൂതാപ്പള്ളി, അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ജാതി വിവേചനത്തിൽ യാതൊരു അർത്ഥവുമില്ല. മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഗുരു പറഞ്ഞേക്കുന്നത്. അതാണ് ഒരു ജാതി ഒരു മതം എന്ന ഒരു നല്ലൊരു പാട്ട് തന്നെ നമുക്ക് രചിച്ചിട്ടുണ്ട് കവിയല്ലേ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, തിരുക്കുറൾ പാടിയ ഗുരുദേവാ ഗുരുദേവാ ഗുരുദേവാ. ഒരു പാട്ടുണ്ട്, വളരെ അർത്ഥവത്ത പാട്ടാണ്. അതുപോലെ തന്നെ മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. അപ്പോൾ ഈ പാട്ടുകൾ, അതുപോലെ തന്നെ ഒരു പാട്ടുണ്ട്, മുസ്ലിങ്ങളിലും ഒരു പാട്ടുണ്ട്, അതായത് എല്ലാരും എത്തീമുകൾ, അല്ലാഹിൻ കാരുണ്യമില്ലാതെ ഭൂമിയിൽ എല്ലാരും എത്തീമുകൾ. അതായത് അള്ളാഹു എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അവർ അള്ളാഹു എന്ന് പറയുന്നു, നമ്മൾ ചോറ്റാനിക്കര അമ്മ എന്ന് പറയുന്നു, ക്രിസ്ത്യൻസ് നമ്മൾ പറയുന്നു യേശുവേ എന്ന് പറയുന്നു. അതുപോലെ മറ്റു മതവിഭാഗങ്ങളെല്ലാം ഓരോരോ ദൈവങ്ങളെ വിളിക്കുമ്പോഴും എല്ലാം ദൈവം തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും അനാഥരാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് ആരുമില്ല ഈ ലോകത്തിൽ നമ്മളെ സ്നേഹിക്കാനും പരിചരിക്കാനും നമ്മളെ കൊണ്ടുപോകുന്നതും നമ്മളെ അങ്ങറ്റം വരെ നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത് ദൈവം തന്നെയാണ്.
അതിൻ്റെ ഇടയിൽ നമുക്ക് മക്കളുണ്ടാവുന്നു, ഭർത്താവ് ഉണ്ടാവുന്നു, സ്നേഹിതരുണ്ടാവുന്നു, കൂട്ടുകാരുണ്ടാവുന്നു, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും നമുക്കുണ്ടെങ്കിലും നമ്മളെ എപ്പോഴും നയിക്കുന്നത് ദൈവം തന്നെയാണ്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരണമെങ്കിൽ ദൈവം വിചാരിക്കണം. നമ്മൾ ഉണർന്നാൽ നമുക്ക് നടന്ന് ഒരു വഴിക്ക് പോകണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കാരുണ്യം ആ കൈ ഉണ്ടാവണം. അതുകൊണ്ടാണ് ദൈവദശകത്തിൽ പറയുന്നത്, ദൈവമേ കൈ കാത്തുകൊള്ളങ്ങു കൈവിടാതിന്നു ഞങ്ങളെ, നാവിതൻ ഭവാപ്തിക്കോ രാവിവൻ തോണി നിൻപദം എന്ന് പറഞ്ഞാൽ, അപ്പം ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വിജയിക്കും. ഏത് കാര്യത്തിന് പോയാലും നമ്മൾ വിജയിക്കും. നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഒരു വഴിക്ക് നമ്മൾ പോകുമ്പോൾ ആ കാര്യം നടന്ന് കിട്ടണമെങ്കിൽ ഈശ്വര ദൈവമേ ഞാൻ പോകുന്ന കാര്യം നടക്കണേ എന്ന് നമ്മൾ ദൈവത്തോട് കരങ്ങൾ ഉയർത്തി ആ നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥതയോടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നടക്കും. അതെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് ഇന്ന് ഇത്രത്തോളം എത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് കുറേയേറെ സംസാരിച്ചു. ക്ഷമിക്കണം. എൻ്റെ മനസ്സിൽ ദൈവത്തോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്, ദൈവമാണ് എന്നെ ഇത്രയും നാളും ഉയർത്തിയത്. ഞാൻ പല പല അസുഖങ്ങളെല്ലാം കീഴ്പ്പെട്ടപ്പോഴും ഞാൻ എല്ലാ ദൈവങ്ങളുടെ അടുത്തും പോയി പ്രാർത്ഥിച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരങ്ങളാണ് എന്നെ ഇപ്പോഴും പിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം നടക്കുവാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ യൂട്യൂബ് നിർത്തുകയാണ്. ഓക്കെ ഗൈസ്, ബൈ.